നിങ്ങൾ കേട്ട് കാണും. സയ്യിദ്നാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയ അക്രമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു മനുഷ്യനെ പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹത്തെ ഒരു സ്ഥലത്ത് ബന്ധനസ്ഥനാക്കി. അദ്ദേഹത്തെ വിചാരണ ചെയ്തു. ഒരുപാട് നിരപരാധികളെ കൊന്നവനാണ്. അദ്ദേഹം തെറ്റുകളെല്ലാം സമ്മതിച്ചു. ഞാൻ നിരവധി ആളെ കൊന്നിട്ടുണ്ട് എന്നുള്ളത് സമ്മതിച്ചു. അപ്പോൾ അദ്ദേഹത്തോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയും കൊല്ലുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടുന്ന വിധം നീ ഞങ്ങളുടെ കൂടെ വരുമെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലാതെ വിട്ടുതരാം. അയാൾ പറഞ്ഞു, അങ്ങനത്തെ ഉറപ്പൊന്നും തരാൻ കഴിയില്ല, അങ്ങനെ ഉറപ്പൊന്നും തരാൻ കഴിയില്ല. ഞാൻ എനിക്ക് കഴിയുമ്പോലൊക്കെ കഴിയുന്ന ആളുകളൊക്കെ കഴിയുമ്പോലൊക്കെ ചെയ്യും. പിന്നെ അദ്ദേഹത്തെ ജീവിക്കാൻ വിട്ടാൽ അദ്ദേഹത്തെ കൊണ്ടുള്ള ശല്യം പിന്നെ പറയണ്ട. ഈ വിളക്കിന്റെ സമീപത്ത് വന്ന് നിൽക്കുന്ന ചില പല്ലികൾ ഒരു 5 മിനിറ്റിനിടയിൽ കുറെ ആളുകളെ മൂപ്പര് ശല്യം ചെയ്യും. അതിനെ പിന്നെ കൊന്നുകളിയാന്നല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതുപോലെ ഇദ്ദേഹം ജീവിച്ചിരുന്നാൽ വലിയ ശല്യമാണ്. അപ്പൊ റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ നിന്നെ ഞാൻ കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരാം, വെള്ളം കൊടുക്കാൻ പറഞ്ഞു. വെള്ളം കൈ കിട്ടിയപ്പോ അദ്ദേഹം കയ്യിൽ വെള്ളവും പിടിച്ചിട്ട് ചോദിച്ചു, ഇത് കുടിക്കുന്നത് വരെ എനിക്ക് സമയം അനുവദിച്ചോ? കുടിച്ചതിന് ശേഷം മാത്രമേ എന്നെ കൊല്ലുകയുള്ളൂ എന്ന് ചോദിച്ചു. റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അങ്ങനെ കൊല്ലുക. അപ്പൊ അയാൾ എല്ലാ വെള്ളം അങ്ങനെ തന്നെ ഭൂമിയിൽ അങ്ങോട്ട് ഒഴിച്ചാൽ. ഭൂമിയിൽ വെള്ളം കുഴിച്ചപ്പോ ഭൂമി വെള്ളം കുടിച്ചു, അയാൾ കുടിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ പാടില്ല, വാക്ക് പാലിക്കണം. നിങ്ങൾ എന്നോട് പറഞ്ഞത് ഈ വെള്ളം കുടിച്ചതിന് ശേഷം മാത്രമേ എന്നെ കൊല്ലുകയുള്ളൂ. അത് ഭൂമി കുടിച്ചു പോയി, എനിക്ക് കുടിക്കാൻ കഴിയില്ല, കുടിപ്പിക്കാനും കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വാക്ക് പാലിക്കണം. നിങ്ങളെ മതം എന്ന് പറഞ്ഞാൽ വാക്ക് പാലിക്കണം എന്ന് പഠിപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് നിങ്ങൾ വാക്ക് പാലിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു പട്ടാളക്കാരോട് പറഞ്ഞു, അയാളെ കഴിച്ചിട്ട് വിട്ടേ, നമ്മൾ ആശയം വിട്ടിട്ടുള്ള ഒരു പരിപാടി. അയാൾ അഴിച്ചു വിട്ടെ. അപ്പൊ ചിലർക്കൊരു സംശയം ഉണ്ടാവും, അയാൾ ഇനിയും കുറെ ആളെ കൊല്ലൂലേ? ആ സംശയത്തിനൊന്നും ഒരു വിലയില്ല. കാരണം ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീൻ. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ വർഗീയ കലാപങ്ങൾക്കെതിരെയാണ്, വർഗീയതക്കെതിരെയാണ്. അതിൽ ഒരായത്താണല്ലോ, വലൗ ശാ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസം തന്നെ പുലർത്തുമായിരുന്നു. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് അവൻ ഉദ്ദേശിക്കാത്ത ഇവിടെ ഒന്നും നടക്കൂല. അവൻ ഉദ്ദേശിച്ചതല്ലാതെ ഇവിടെ നടക്കൂല. അവൻ ഉദ്ദേശിച്ചതെല്ലാം നടക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയാണ് അല്ലാഹ്. മറ്റുള്ള ഭരണാധികാരികളൊന്നും അങ്ങനല്ല. അമേരിക്ക ചിലപ്പോ കൊറിയനെ പറപ്പിക്കാൻ വിചാരിക്കും, അങ്ങനെ പറച്ചോളണമെന്നില്ല. അതുപോലെ ചൈന ചിലപ്പോ ഇന്ത്യയെ വിറപ്പിക്കാൻ വിചാരിക്കും, അവൻ പറച്ചോളണമെന്നില്ല. അങ്ങനെയല്ല. അല്ലാഹു ജല്ല ജലാലുഹു ലഹുൽ മുൽക്ക്, അവന് മാത്രമാണ് അധികാരം. ലൈസ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്, അവന്റെ അധികാരത്തിൽ ഒരാൾക്കും ഒരു തെല്ലും പങ്കില്ല. പൂർണ്ണാധികാരവും പൂർണ്ണ നിയന്ത്രണവുമുള്ള ലോകത്തിന്റെ സഖാവാണ് അല്ലാഹ്. ആ അല്ലാഹു ഉദ്ദേശിക്കാതെ ഈ അക്രമിക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല. അതുകൊണ്ട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല. നമ്മളോട് പറഞ്ഞ പണി നമ്മൾ എടുക്കണം. നമ്മൾ എന്താണോ ഇസ്ലാം, ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം. ആരെയും അങ്ങനെ പേടിച്ച് ഭീരുക്കളായി മതത്തിന്റെ നിയമത്തിൽ നിന്ന് അല്പവും തെന്നി മാറേണ്ട ആവശ്യമൊന്നും ഒരിക്കലും ഇല്ല. ഒരാൾക്കും അല്ലാഹു ഉദ്ദേശിക്കാത്തതൊന്നും ചെയ്യാൻ കഴിയില്ല. അത് ഉറച്ചു വിശ്വസിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹത്തെ കെട്ടഴിച്ചു വിടണം. അദ്ദേഹത്തെ വിട്ടു. അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു അരുവിയുടെ സമീപത്ത് ചെന്ന് കുളിച്ചു വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ച് തിരിച്ചു വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്.
ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ലോകത്തിന്റെ സഖാവായ അല്ലാഹ്, അവനല്ലാതെ ആരാധനക്കർഹൻ ഇല്ല. അതേപോലെ ഈ അല്ലാഹുവിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയ മക്കയിൽ ജനിച്ച് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കേവല സാധാരണ മനുഷ്യൻ അല്ല, മനുഷ്യനാണ്. പക്ഷേ അവിടുന്ന് അല്ലാഹു നിയോഗിച്ചയച്ച റസൂലാണ്, ഒരു സാധാരണ മനുഷ്യൻ അല്ല. ഈ കാര്യം ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്നർത്ഥം വരുന്ന 2 ഷഹാദത്ത് കൽമയും ചൊല്ലി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ അമീറുൽ മുഅ്മിനീൻ, നേരത്തെ നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കൂടെ വന്നാൽ എന്നെ കൊല്ലാതെ വിട്ടുതരുമെന്ന് പറഞ്ഞു. ഞാൻ അതിന് വഴങ്ങിയില്ല. ശേഷം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെള്ളത്തിന് ആവശ്യപ്പെട്ടു. നിങ്ങൾ വെള്ളം തന്നപ്പോൾ ആ വെള്ളം കുടിച്ചതിന് ശേഷമല്ലേ കൊല്ലുകയുള്ളൂ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ അങ്ങനെ കൊല്ലുകയുള്ളൂ എന്ന് വാക്ക് പറഞ്ഞു. ഞാൻ ആ വെള്ളം ഭൂമിയിലേക്ക് ഒഴിച്ചു കളഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങളെ മതമനുസരിച്ച് എന്നെ എനിക്ക് കൊല്ലാൻ പറ്റൂല, കാരണം വാക്ക് പാലിക്കണം. അപ്പോൾ ഞാൻ ചിന്തിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആലോചിച്ചു. ഞാൻ കാണുന്നതൊരു മാതൃകാ പുരുഷനായ നേതാവിനെയാണ്. ഇസ്ലാം മതം പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തുന്ന ഒരു മഹൽ വ്യക്തിത്വത്തെയാണ്. ആ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അനുയായികളെയുമാണ്. അങ്ങനെയുള്ളൊരു നേതൃത്വത്തിൻ കീഴിൽ അങ്ങനെയുള്ള ഒരു അനുയായി വൃന്ദത്തോടുകൂടി ഞാനും അതിൽ അതാ പങ്കാളിയാകാൻ, മെമ്പറാകാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾ എന്നെ വധിക്കുമെന്ന നിലക്ക് കോടതിയിൽ നിന്ന് വിധി വരുമെന്ന നിലക്ക് സംസാരിച്ചപ്പോ ഞാൻ ആ സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് തോന്നും നിങ്ങളെ ഭീഷണി പേടിച്ചിട്ട് വന്നതാണ് ഞാനെന്ന്. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങുന്ന ആളൊന്നുമല്ല ഞാൻ. എന്റെ ആശയം അങ്ങനെ വിട്ടുകളയുന്ന ആളല്ല. പക്ഷേ നിങ്ങളുടെ ഈ ജീവിത ശൈലിയും നിങ്ങളെ മതത്തിന്റെ സത്യമതത്തിന്റെ ആശയങ്ങളും അതനുസരിച്ച് ജീവിക്കുന്ന ജനങ്ങളെയും കണ്ടപ്പോ എനിക്ക് ബോധ്യപ്പെട്ടു, ഇതിലാണ് മെമ്പർഷിപ്പ് എടുക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലി നിങ്ങളുടെ കൂടെ മുസ്ലിമായത്. നിങ്ങൾ കൊല്ലുന്നത് പേടിച്ചിട്ടല്ല. ഓ സുഹൃത്തുക്കളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ ഒരു ജീവിത ശൈലിയും നീതിയും ബോധവും ഒക്കെ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ശല്യവും ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, എല്ലാ ജനങ്ങൾക്കും ഉപകാരം മാത്രം ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ ആശയം പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ആ കാലഘട്ടങ്ങളിലുള്ള സഹാബികൾ, നബി തങ്ങളുടെ ശിഷ്യന്മാര് ജീവിച്ചു. അവരുടെ മനസ്സിന്റെ വിശ്വാസം എത്രയാണെന്നറിയോ? നമുക്ക് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാദൂ യഖ്തതിലൂന അലാ വദൂഇ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം wudu കഴിഞ്ഞാൽ അവിടുന്ന് wudu വെള്ളം കിട്ടാൻ വേണ്ടി ആ സഹാബത്ത് ഉന്തും തിരക്കുണ്ടാക്കി സംഘട്ടനത്തിന്റെ വക്കിലെത്തുന്നു. കാരണം നബി തങ്ങളുടെ ശരീരം തൊട്ട വെള്ളത്തിന് അത്രയും പുണ്യവും ബറക്കത്തുമുണ്ടെന്ന് സഹാബത്ത് വിശ്വസിക്കുന്നു.
ഇനി ആർക്കെങ്കിലും തിരക്ക് കൊണ്ടത് ലഭിച്ചില്ലെങ്കിൽ കിട്ടിയവരുടെ കയ്യിൽ നിന്ന് തൊട്ടിട്ടെങ്കിലും നബി തങ്ങളുടെ ശരീരം തൊട്ട വെള്ളം സഹാബത്ത് ശരീരത്തിൽ തൊട്ട് പുരട്ടുന്നു. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങൾ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായി അംഗീകരിക്കുന്ന സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ സ്നേഹവും ബഹുമാനവും അവരുടെ മനസ്സിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലുള്ള ഉറച്ച വിശ്വാസം, അതാണ് സഹാബത്തിന്റെ ഈമാൻ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ തന്നെ അതാ ഒരു വിഭാഗത്തെ പരിചയപ്പെടുത്തുന്നു. ഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്. സഹാബികളാകുന്ന ജനങ്ങൾ അവര് വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ ഖാലൂ അനുഅ്മിനു കമാ ആമനസ്സുഫഹാ. കുറെ പോഷന്മാര്, വിഡ്ഢികള്, കുറെ പോയത്തക്കാര്, അറിവില്ലാത്തവര് അവര് വിശ്വസിക്കും പോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറയുന്ന ഒരു സമൂഹമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. ആരാണത്? അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാത്തവരല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയാത്തവരല്ല. പിന്നെയോ അവരാരാണ്? വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ഖുർആൻ പറയുന്നു അവർ അല്ലാഹുവിൽ വിശ്വസിച്ചു, അന്ത്യനാളിൽ വിശ്വസിച്ചു എന്നെല്ലാം പ്രഖ്യാപിക്കുന്നവരാണ്. വേറെ ഒരു സ്ഥലത്ത് സൂറത്തുൽ മുനാഫിഖൂനയിൽ റബ്ബ് പറയുന്നു, അതാ ഇന്നക ലറസൂലുഹു ഇന്നക റസൂലുള്ളാഹ്. ഓ നബിയേ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് അവര്. അപ്പൊ അല്ലാഹുവിൽ വിശ്വസിച്ചുവെന്നും മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണെന്നും അന്ത്യനാളുണ്ടെന്നും എല്ലാം വിശ്വസിക്കുന്നവരാണ് അവര് എന്ന് അവരുടെ നാവ് കൊണ്ട് പറയുന്ന കക്ഷികളാണ്. പക്ഷേ അല്ലാഹ് പറയുന്നു വമാ ഹും ബിമുഅ്മിനീൻ. അവരെ മനസ്സിൽ അവര് വിശ്വസിച്ചിട്ടില്ല. മനസ്സറിയുന്ന പടച്ചവൻ പറയുന്നു അവര് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുന്നുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ വമാ ഹും ബിമുഅ്മിനീൻ, അവര് വിശ്വസിച്ചവരല്ല. അവരുടെ ലക്ഷണം പറയാണ്. അവരോട് സഹാബികൾ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്ന് പറയപ്പെട്ടാൽ ഖാലൂ അവര് പറയും അനുമിനു കമാ ആമനസ്സുഫഹാ. ഈ വിഡ്ഢികളെ വിശ്വസിക്കും പോലെ വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല. സഹാബികളുടെ വിശ്വാസത്തിന്റെ ഒരു ചെറിയ സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഊറ്റി വീഴുന്ന വെള്ളം നിലത്ത് വീഴാൻ അനുവദിക്കാതെ ശരീരത്തിൽ തൊട്ടുപുരട്ടുന്ന സഹാബ. മുസ്ലിം ബീവി റളിയല്ലാഹു അൻഹ കുപ്പികളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന സമയത്ത് വിയർപ്പിങ്ങനെ ഊറ്റുന്നു. ആ വിയർപ്പുകൾ കുപ്പിയിലാക്കി ശേഖരിക്കുന്നു. എന്തിനാണ് മുസ്ലിമേ ഇതെന്ന് ചോദിക്കുമ്പോ നർജു ബറകതഹു ലിസ്ബിയാലിനാ യാ റസൂലല്ലാഹ്. ഓ നബിയെ, അത്വയബു ത്വീബ്, അവിടുത്തെ വിയർപ്പിനേക്കാൾ നല്ല ഒരു സുഗന്ധം ലോകത്തല്ല വേറെ പടച്ചിട്ടില്ല. ഏറ്റവും സുഗന്ധമുള്ളത് അങ്ങയുടെ വിയർപ്പിനാട്. അതിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് കുട്ടികൾക്ക് കിട്ടാൻ ഞങ്ങൾ ആഗ്രഹിച്ച് കുപ്പിയിലാക്കി ശേഖരിക്കുന്നു നബിയേ. സഹാബിയത്തായ വനിത ഉമ്മു സലീം ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങളുടെ ഭാര്യയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത്
സഹാബികളിൽ പലരും ചൊല്ലുന്നു, കാരണം എന്താണ്? ഇദാ അസാബതുഹു ഐനുൻ ഔ ശൈഉൻ, അതാ കൂട്ടത്തിൽ ചിലർക്ക് കണ്ണേറ് ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റെന്തോ പ്രയാസം വന്നിരിക്കുന്നു. മുസലമ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് ചെല്ലുന്നു. എന്തേ സലമ ബീവിയുടെ സമീപത്ത് ചെല്ലുന്നത്? സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈവശത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു പുണ്യകേശമുണ്ട്, ഒരു മഹത്തായ ആദരവായ മുടിയുണ്ട്. ആ മുടി സൂക്ഷിക്കുന്ന മഹതിയാണ് സലമ ബീവി റളിയല്ലാഹു അൻഹാ. സലമ ബീവി റളിയല്ലാഹു അൻഹയുടെ സമീപത്ത് സഹാബത്ത് ചെന്നാൽ അവിടുന്ന് അതാ ഒരു കോപ്പ വെള്ളം എടുക്കുന്നു, ആ വെള്ളത്തിൽ ആ മുടി മുക്കുന്നു. ഫഖദ്ഖദതുഹു, ആ വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനക്കിയിട്ട് അതാ വെള്ളത്തിൽ കളകളാന്ന് പറയിക്കുന്നു. അതാ ഖൗഖദതുഹു എന്ന് പറഞ്ഞ അറബി ഭാഷയുടെ അർത്ഥമാണ് കളകള എന്ന് പറയുക. അങ്ങനെ വെള്ളത്തിലിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നു. എന്നിട്ടോ ആ നിബിതങ്ങളുടെ പുണ്യകേശമിട്ട വെള്ളം സഹാബത്ത് രോഗശമനത്തിന് കുടിക്കുന്നു, കണ്ണേറ് നീങ്ങാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇമാം ബുഖാരി, ഇമാം മുസ്ലിം തുടങ്ങിയ ഹദീസ് പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഹദീസുകളൊക്കെ രേഖപ്പെടുത്തുന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അവർ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശ്വസിച്ച വിശ്വാസം എത്രത്തോളമാണെന്നറിയാമോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലം വെള്ളമില്ലാതെ വല്ലാത്ത ക്ഷാമമാണ്, വരൾച്ചയാണ്. ഒരാള് നബിതങ്ങളെ സമീപത്ത്, ഖബറിന്റെ സമീപത്ത് ചെല്ലുന്നു, നബിതങ്ങളെ വിളിക്കുന്നു, യാ റസൂലല്ലാഹ്. ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ചു പറയുന്നു, ഇസ്തസ്ഖിലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ദൂതരേ, അങ്ങയുടെ സമുദായത്തിൽ വെള്ളം വാങ്ങിത്തരണേ. വെള്ളം കൊടുക്കുന്നവനും ഭക്ഷണം നൽകുന്നവനും ഓക്സിജൻ നൽകുന്നവനും എല്ലാം അല്ലാഹു ആണെന്നല്ലേ മുസ്ലിമീങ്ങളെ വിശ്വാസം. ഏതുപോലെ അതേ രോഗം നൽകുന്നവൻ അല്ലാഹുവാണ്, രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്, എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും റബ്ബാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ഏത് നന്മ ലഭിക്കുന്നുണ്ടോ, ഏത് തിന്മ സംഭവിക്കുന്നുണ്ടോ, എല്ലാം അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. നമ്മുടെ മദ്രസാ പുസ്തകത്തിൽ 1-ാം ക്ലാസ് മുതൽക്ക് തന്നെ 2-ാം ക്ലാസ്സിൽ തന്നെ നന്നായി പഠിപ്പിക്കുന്ന ആശയമാണ്, കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. പക്ഷേ നിമിത്തങ്ങളായി റബ്ബ് സുബ്ഹാനഹു വ തആല പലതിനെയും പടച്ചിട്ടുണ്ട്, പലരെയും പടച്ചിട്ടുണ്ട്. മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ കൊറോണ പിടിച്ച് പലരും മരിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾക്കെല്ലാം ശുഹദാക്കളെ പ്രതിഫലം റബ്ബ് കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്, ഒരു വൈറസും ഇവിടെ മരിപ്പിക്കൂല. മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്, ജനിപ്പിക്കുന്നവനും അല്ലാഹുവാണ്, എല്ലാം അല്ലാഹുവാണ്. പക്ഷേ അതേ കൊറോണ വൈറസ് ഒരു നിമിത്തമാണ്. ഇതുപോലെ നമ്മൾക്ക് ഒരുപാട് ആശുപത്രികളുണ്ടല്ലോ ഭൂമിയില്. ഒരൊറ്റ ആശുപത്രിയും ഒരു ഡോക്ടറും ഒരു മരുന്നും രോഗം സുഖപ്പെടുത്തൂല. വൈദാ മരിൽതു ഫഹുവ യശ്ഫീൻ. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ രോഗം സുഖപ്പെടാൻ നിമിത്തമായി പടച്ചവൻ മരുന്ന് വെച്ചിട്ടുണ്ട്, ഡോക്ടർമാരെ വെച്ചിട്ടുണ്ട്, ഓപ്പറേഷൻ വെച്ചിട്ടുണ്ട്, തെറാപ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ
കാരണങ്ങൾ നിമിത്തങ്ങൾ പലതുമുണ്ട്. രോഗം സുഖപ്പെടുത്തുന്നവൻ അല്ലാഹുവാണ്. ഇതുപോലെ അതാ അല്ലാഹു പറഞ്ഞില്ലേ, അത്അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. അതേ ഭക്ഷണം നൽകുന്നവൻ അല്ലാഹുവാണ്. പിന്നെന്തിനാണ് സിവിൽ സപ്ലൈസ് വകുപ്പ്? എന്തിനാണ് ഭക്ഷ്യമന്ത്രി? എന്തിനാണ്? അല്ലല്ലേ ഭക്ഷണം കൊടുക്കുന്നത്? ഖുർആനില്ലേ? പിന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി എന്തിനാണ്? സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആരും ചോദിക്കാറുണ്ടോ? കാരണം അതൊക്കെ നിമിത്തങ്ങളാണ്, പടച്ചവൻ കൊടുക്കാനുള്ള നിമിത്തങ്ങളാണ്. ഭക്ഷണം കൊടുക്കുന്നത് അള്ളയാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? പിന്നെന്തിനാണ് സുഹൃത്തുക്കളെ നമ്മൾ കൃഷി ചെയ്യുന്നത്? പടച്ചവൻ ഭക്ഷണം തരൂലേ? അള്ളാഹ് നിശ്ചയിച്ചൊക്കെ കിട്ടൂലേ? നിശ്ചയിക്കാത്തൊന്നും കിട്ടൂല. പിന്നെ നമ്മളെന്തിനാണ് കൃഷി ചെയ്യുന്നത് എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? നിമിത്തങ്ങളുമായി ബന്ധപ്പെടണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. അതുകൊണ്ട് തന്നെ നിമിത്തങ്ങളായി പടച്ചവൻ വെച്ച പല നിമിത്തങ്ങളുണ്ട്. അതിൽ ചില നിമിത്തങ്ങൾ ഭൗതികമാണ്, ചില നിമിത്തങ്ങൾ അഭൗതികമാണ്. ഭൗതികമായ നിമിത്തം യുക്തിവാദികൾക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്നതാണ്. അതേ സമയത്ത് അഭൗതികമായ നിമിത്തങ്ങൾ വിശ്വാസികൾക്ക് മാത്രം അംഗീകരിക്കാൻ കഴിയുന്നതാണ്. പടച്ചവനില്ലെന്ന് പറയുന്നവർക്കോ, പടച്ചവന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്കോ, പടച്ചവന്റെ കഴിവിനെ നിഷേധിക്കുന്നവർക്കോ ആത്മീയമായ അഭൗതികമായ നിമിത്തങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല. വെള്ളമില്ല. ആ വെള്ളമില്ലാത്ത സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തവസ്സുൽ ചെയ്തു ദുആ നടത്തി. അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കല്ലേ, പിന്നെ അതിലിടക്ക് വേറെ ഒരാളെ കൂട്ടി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന മതവിരുദ്ധ ആശയം ഉമർ ഇബ്നുൽ ഖത്താബിനുണ്ടായിരുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്, ഉത്തരം കിട്ടാറുണ്ട്. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇപ്പോ റസൂലുള്ള മാത്രമേ ഇടയാളനാക്കാൻ പറ്റൂ, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ പറ്റൂലല്ലോ. അതുകൊണ്ട് അല്ലാത്ത മഹാന്മാരെയും ഇടയാളന്മാരാക്കാം എന്നത് പഠിപ്പിക്കണമെന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആർക്കുമ്പോ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ബിനബിയിനാ ഫതസ്ഖിനാ, ഞങ്ങളെ നബിയെ മുൻനിർത്തി നിന്നോട് ചോദിച്ചാൽ നീ ഞങ്ങൾക്ക് മഴ തരാറുണ്ട്. എന്നാൽ ഇപ്പോൾ ആ നബിയുടെ ബഹുമാനം കൊണ്ട് ബഹുമാനം കിട്ടിയ വേറൊരാള്, അങ്ങനല്ലാതെ ലോകത്ത് ഒരു ബഹുമാനമുള്ള ആളും ഇല്ല എന്നാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം. ലോകത്ത് കഴിഞ്ഞുപോയ ഏത് അമ്പിയാക്കളുണ്ടോ, ഏത് ഔലിയാക്കളുണ്ടോ, എല്ലാവർക്കും കിട്ടിയതൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിമിത്തമായിട്ടാണ്. നബി തങ്ങൾ മുഖേനയല്ലാതെ ലോകത്താർക്കും ഒന്നും കിട്ടിയിട്ടില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സർവ്വലോകത്തിനും കാരുണ്യമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതിൽ കഴിഞ്ഞ കാലത്തുള്ളവരും പെടും, പിന്നെ വരുന്നവരും പെടും ആലമീൻ എന്ന വാചകത്തിൽ. അതിരിക്കട്ടെ, അങ്ങനെ എല്ലാവർക്കും നിമിത്തമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയാണ് ഏത് ഔലിയാക്കൾക്ക് കറാമത്തുണ്ടെങ്കിലും, ഏത് അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടെങ്കിലും എല്ലാം റസൂലുള്ളാഹി മുഖേന ലഭിക്കുന്നതാണ്. അതല്ലേ ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഫലം തുംസിബിനാ നിഅമത്തുൻ വഹറത് ഔ ബതനത് നിൽനാ ബിഹാ ഹല്ലൻ ഫീ ദീനിൻ ഔ ദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹുൻ ഫീഹിമാ ഇല്ലാ വമുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി സബബുഹാ. മലക്കുകളടക്കം സർവ്വ സൃഷ്ടികൾക്കും എന്ത് ഗുണം കിട്ടുന്നുണ്ടെങ്കിലും അതിനെല്ലാം നിമിത്തം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്.
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ബഹുമാനം ലഭിച്ച ഒരു മഹാനുണ്ട് അവിടെ. ഉമർ ഇബ്നുൽ ഖത്താബ് അങ്ങനെ ബഹുമാനം കിട്ടിയ ആള് തന്നെയാണ്. മറ്റുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. ലോകത്തുള്ള സർവ്വ ഔലിയാക്കളുടെയും നേതാക്കന്മാർ 4 ഖുലഫാഉർ റാഷിദീങ്ങളാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വലിയ ഒരു ഖുത്ബ് ലോകത്ത് ജനിച്ചിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ഒരു വലിയ ഖുത്ബുണ്ടെങ്കിൽ അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാതെ വേറെ ആരുമില്ല. സുഹൃത്തുക്കളെ, 4 ഖുലഫാഉർ റാഷിദീങ്ങളും ഏറ്റവും വലിയ ഔലിയാക്കളാണ്. അവരുടെ ശേഷമാണ് മറ്റുള്ള എല്ലാ മഹാന്മാരും. അതൊക്കെ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അവരെ കിതാബിൽ പച്ചയായി എഴുതി വെച്ച സംഗതിയാണ്. ഇരിക്കട്ടെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെ ഒരു ബഹുമാനം കാണുകയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ. അതെന്താണ്? അത് നബിതങ്ങളുടെ പിതൃ സഹോദരനാണ്. നബിതങ്ങളുടെ പിതൃ സഹോദരനാണ്. ആ നിലക്ക് വലിയ ബഹുമാനം നബിതങ്ങൾ വേറെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൽപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇടയാളനാക്കി പടച്ചവനോട് ദുആ ചെയ്യുന്നു ഉമർ ഇബ്നുൽ ഖത്താബ്. വഇന്നാ നതവസ്സലു ബിഅമ്മി നബിയിനാ. അബ്ബാസ് എന്ന വ്യക്തിയുടെ ബോഡിയല്ല പ്രശ്നം, അബ്ബാസ് എന്ന വ്യക്തിയുടെ കാലമല്ല പ്രശ്നം. ഇത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഞങ്ങളെ നബിയുടെ പിതൃ സഹോദരനാണ്. ആ നബി തങ്ങളുടെ പിതൃ സഹോദരനെ മുൻനിർത്തി അല്ലാഹ് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഫസ്ഖിനാ, ഞങ്ങൾക്ക് മഴ തരണേ. അപ്പോ നിങ്ങൾ എന്നോട് ദ്വാരനോട് ഞാൻ ഉത്തരം തരും. ഇന്ന് സാധാരണ പുത്തൻവാദികൾ ഓതിക്കളിക്കുന്ന ആയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് കാണാത്ത ആളാണോ, അറിയാത്ത ആളാണോ? അല്ലാഹുവിനോട് ചോദിച്ചാ പോരെ. പിന്നെ എന്തിനാണ് പിന്നെ ഇവിടെ ഒരു കൂട്ടിക്കണിക്കല്? അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി നിന്റെ നബിയുടെ പിതൃ സഹോദരനെ മുൻനിർത്തി ചോദിക്കുന്നു, ഞങ്ങൾക്ക് തരണേ, മഴ തരണേ. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ദുആ, അവർക്ക് മഴ ലഭിക്കുന്നു. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഇമാം ബുഖാരിയുടെ ഉസ്താദ് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴയില്ലാതെയായി, വരൾച്ച ബാധിച്ചപ്പോൾ ഒരാൾ നബിതങ്ങളെ ഖബറിന്റെ സമീപത്ത് ചൊല്ലുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് പറയാണ്, ഇസ്തസ്ഖി ലി ഉമ്മതിക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് മഴ വാങ്ങിത്തരണേ, വെള്ളം വാങ്ങിത്തരണേ. ആരോട്? അല്ലാഹുവിനോട് വാങ്ങിച്ചു കൊടുക്കാനാ പറയുന്നത്. കൊടുക്കുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണല്ലോ അല്ലാഹ്. ഇനി നമ്മൾ ഏത് മഹാനെ സമീപിച്ചാലും അല്ലാഹുവിങ്കൽ നിന്ന് നമുക്ക് വാങ്ങിത്തരാനാണ് അവരോട് ആവശ്യപ്പെടുന്നത്. ഏതുപോലെ ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് എന്റെ രോഗമൊന്ന് മാറ്റിത്തരണേ എന്നൊരു മുസ്ലിം പറഞ്ഞാൽ അതിനർത്ഥം ഇയാൾ ഡോക്ടർ രോഗം സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു എന്നല്ല, മറിച്ച് അതിന് കാരണമായി പ്രവർത്തിക്കണേ എന്നാണ്. എനിക്ക് നിങ്ങൾ ഒരു വെള്ളം കുടിപ്പിക്കണേ എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം അല്ലാഹു എനിക്ക് വെള്ളം കുടിപ്പിക്കാൻ നിമിത്തമായി നിങ്ങൾ പ്രവർത്തിക്കണേ എന്നാണ്. ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. സുബ്ഹാനല്ലാഹ്, ചില ആളുകൾ എല്ലാരെയും പിടിച്ച് ഇസ്ലാം എന്ന് പുറത്താക്കിയിട്ട് അവര് മാത്രം സ്വർഗത്ത് കടക്കുമെന്ന് വിചാരിച്ച് നടക്കുന്നവരുണ്ട്. അല്ലാഹു തആല അവർക്ക് വിശാലമായ മനസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവരുടെ സ്വഭാവം എന്താന്ന് ചോദിച്ചാൽ തീരെ വിവരം ഇല്ല. ഒരാളിങ്ങനെ വണ്ടി പോകുമ്പോ ഡ്രൈവറോട് പറഞ്ഞ്, മോനെ കാറൊന്ന് നിർത്ത്, ഞാൻ പള്ളി കയറി ഒന്ന് മൂത്രയിക്കട്ടെ. ഉടനെ ബേക്കിലുണ്ടായിരുന്ന ഒരു പുത്തൻവാദി അയാൾ പറയാൻ, ഇയാൾ ഇസ്ലാം എന്ന് പുറത്തുപോയി, കാരണം പള്ളി കയറി മൂത്രയിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. പക്ഷേ മുസ്ലിമീങ്ങൾ അങ്ങനെ പറയൂല. പറഞ്ഞ ആൾ ആരാ നോക്കും, പറഞ്ഞ ആളൊരു മുസ്ലിം ആണോ എന്നാ ഒരിക്കലും അദ്ദേഹം പള്ളി കയറി മൂത്രയിക്കട്ടെ അറിയൂല. ഒരു ഹിന്ദുവും പറയൂല.
ഒരാളും പറയൂല പള്ളി കയറി മൂത്രയിക്കും. പിന്നെ പള്ളി കയറി മൂത്രയിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പള്ളിന്റെ തൊട്ടടുത്തുള്ള മൂത്രപ്പുരയെ കയറി മൂത്രയിക്കട്ടെ. ഇതെല്ലാം കൂടി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ആർക്കും തിരിയൂലേ? ഇതുപോലെ ഉറച്ചു വിശ്വസിക്കുന്ന ഈമാൻ കാര്യം പഠിച്ച ഒരാള് സുബ്ഹാനല്ലാഹ് നബിയെ രക്ഷിക്കണേ ബദരീകളെ കാക്കണേ എല്ലാവർക്കും അതിലൂടെ അള്ളയാണ് കാവൽ കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാം. പിന്നെ ബദരീകളെ കാക്കണേ അള്ള കാക്കാൻ വേണ്ടി നിങ്ങൾ നിമിത്തമായി പ്രവർത്തിക്കണേന്ന് അതിന്റെ അർത്ഥം. അത് എല്ലാവർക്കും തിരിയുന്നത്. ഞാനും എന്റെ ഉസ്താദും കൂടി ഒരു ദിവസം ഇങ്ങനെ കാറിൽ പോവാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് ചായ കുടിക്കണം തോന്നുന്നു. അപ്പൊ ഞാന് ഉസ്താദിനോട് ഒരു ചായ വേണം ഉസ്താദേ. അപ്പോ ഉസ്താദ് ഉടനെ തന്നെ ഡ്രൈവറോട് പറഞ്ഞ് ചായ വേണോ. അപ്പൊ ഡ്രൈവർ ഒരു ഹോട്ടലിൽ നമുക്ക് കൊണ്ടുപോയി നിർത്തി. അങ്ങനെ നിർത്തി കേറിയിട്ട് ഹോട്ടലിൽ കേസിലിരിക്കുന്ന ആളോട് പറഞ്ഞ് ചായ വേണോ. അപ്പോ അയാൾ അവിടെ പോയി ഇരുന്നപ്പോ ഒരാൾ വന്നു. അദ്ദേഹം സപ്ലൈയറാ. അയാളോട് ഞങ്ങൾ പറഞ്ഞ് ചായ വേണോ. അയാൾ അങ്ങനെ തന്നെ അടുക്കളയിൽ പോയിട്ട് ചായ വേണോ. അവസാനം കൂടി അടുക്കളയിലുള്ള ആളിരുന്ന് ചായ വാങ്ങിയിട്ട് അയാൾ കൊണ്ടു തന്നു. ഇപ്പൊ ആരോടൊക്കെയാ ചായ വേണോന്ന് പറഞ്ഞത്? ഉസ്താദിനോട് ആദ്യം അവന് ചായ വേണോ, പിന്നെ ഡ്രൈവറോട് ഉസ്താദ് പറഞ്ഞ് ചായ വേണോ, അതും കഴിഞ്ഞിട്ട് ഹോട്ടലിൽ എത്തി നിർത്തിയിട്ട് പിന്നെ കേഷ്യറോട് പറഞ്ഞ് ചായ വേണോ, സപ്ലൈയറോട് പറഞ്ഞ് ചായ വേണോ. സപ്ലൈയർ പോയിട്ട് ക്യാൻറ്റീനിൽ പോയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അടുക്കളയിൽ പോയിട്ട് പറഞ്ഞു ചായ വേണോ. ഇതിലിപ്പോ ഏതാണ് ശരി? നിങ്ങൾക്കൊന്ന് കേൾക്കണോ? അതിന്റെ 2 മിനിറ്റ് മുമ്പ് അള്ളഹാനോട് ഞാൻ പറഞ്ഞു പഠിച്ചവനെ ചായ വേണോ. അള്ളഹാനോട് പറഞ്ഞു അള്ളഹാനോട് ചായ വേണോന്ന് പറഞ്ഞാല് ക്യാൻറ്റീനിൽ ഒരു അടുക്കളയിൽ പോയിട്ട് ഉണ്ടാക്കി തരണോ അതിന്റെ അർത്ഥം എന്നല്ല. ചായ തരുന്നോന്ന് അല്ലയെന്ന് എനിക്ക് കുറച്ച് വിശ്വാസം. ആ ചായ അള്ള തരാനുള്ള നിമിത്തമായിട്ടാണ് ഞാൻ ഉസ്താദയെ ചായ വേണോന്ന് പറഞ്ഞു. ഉസ്താദ് ചായ കിട്ടാനുള്ള നിമിത്തമായിട്ടാണ് ഡ്രൈവറോട് ചായ വേണമെന്ന് പറഞ്ഞു. ഡ്രൈവർക്ക് അതിന്റെ മേന മനസ്സിലായി, ഹോട്ടലിന്റെ അടുത്ത് നിർത്തണമെന്ന് അതിന്റെ മേന, അല്ലാതെ അയാൾ ചായ ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല. അതുപോലെ ഉസ്താദിനോട് പറഞ്ഞതിന്റെ അർത്ഥം ഉസ്താദ് അവിടെ അടുക്കളയിൽ പോയി ചായ ഉണ്ടാക്കി തരണമെന്നല്ലേ. അതിന്റെ അർത്ഥം നമുക്ക് എവിടെയെങ്കിലും നിർത്തണമെന്നാണ്. അത് ഉസ്താദ് പറഞ്ഞാലേ ഡ്രൈവർ നിർത്തുള്ളൂ. പിന്നെ ആ ഡ്രൈവർ അയാള് നിർത്തിയിട്ട് അവിടെ കേസിലിരിക്കുന്ന ആളോട് ചായ വേണമെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം അയാൾ ഇപ്പൊ എഴുന്നേറ്റ് പോയിട്ടാണ് ചായ ഉണ്ടാക്കി കൊണ്ടുവരണമെന്നല്ല. പിന്നെ ഞങ്ങൾ എവിടെ ഇരിക്കേണ്ടതെന്ന് കാണിച്ചു തരണമെന്നതിന്റെ മേന. അത് കഴിഞ്ഞിട്ട് അതാ അദ്ദേഹത്തിന്റെ ആ ഇരുത്തിയ സ്ഥലത്ത് നിന്ന് ഒരു സപ്ലൈയർ വന്ന് അയാളോട് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചായ വേണോന്നാ പറഞ്ഞു. അതിന്റെ അർത്ഥം ചായ വേണോന്ന് നിങ്ങൾ അടുക്കളയിൽ പോയി പറഞ്ഞിട്ട് വാങ്ങി കൊണ്ടുതരണോന്ന്. അതിന് അയാളോട് പറഞ്ഞ ചായ വേണോ. നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയല്ലേ പറയല്ലേ അല്ലേ? നിങ്ങളാർക്കോ സപ്ലൈയറോട് സപ്ലൈക്കാരാ നീ ക്യാൻറ്റീനിൽ പോയി ചായക്ക് പറഞ്ഞ് എന്നിട്ട് അത് എടുത്തു കൊണ്ടുവന്നു ഇവിടെ എത്തിച്ചേരണേ, ഇങ്ങനെ നിങ്ങളാരും പറയുന്നത്. നിങ്ങൾ ചായ വേണോന്ന് പറയും, പൊറാട്ട വേണോന്ന് പറയും. അപ്പൊ അയാളതിന് വേണ്ട പണിയും കൊടുക്കും. ഇതുപോലെ ബദരീകളെ കാക്കണേന്ന് പറഞ്ഞാല് കാക്കുന്നവൻ അതിലാണ്. ബദരീകളെ കാക്കണേ അതിനാവശ്യമായ പണികൾ എടുക്കണം. അതെന്താ? അള്ളഹാനോട് പറയാ ഞങ്ങൾക്ക് കാവല് തരാന്. അതാണ്. ഇത് ഏത് മനുഷ്യനും മനസ്സിലാകുന്ന പച്ച മലയാള. ഇത് മനസ്സിലാകാത്തൊരു കൂട്ടരുണ്ട് നമ്മളെ നാട്ടിൽ. അവർക്ക് ഇത് മനസ്സിലാകുന്നില്ല, ഭാഷ മനസ്സിലാകുന്നില്ല, മുസ്ലിമിന്റെ വിശ്വാസം അവർ നോക്കുന്നില്ല. അവരെല്ലാരെയും പിടിച്ച് കാഫറാക്കുക. അവരെ പരിപാടി അതാ, എല്ലാരെയും പിടിച്ച് ഇങ്ങനെ കാഫറാക്കുക.